കുറച്ചു കാലം മുമ്പ് നമ്മുടെ ശ്വേതാമേനെ എന്തോ കാണിച്ചു തേറി വിളിച്ചവരെ കൊന്നു. പക്ഷെ കാലം മാറിയതുണ്ടോ? അപ്പം നമ്മുടെ മോളുടെ അക്സെപ്റ്റൻസ് ആയി. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതൊരു നിസ്സാര സംഭവം. അപ്പം ഞാൻ വീഡിയോയുടെ സാധാരണ കമൻസ് വായിക്കാറില്ല, പക്ഷെ ഞാൻ ഇത് ഇരുന്ന് വായിച്ചു. അപ്പോഴാണ് നല്ല മാറ്റം വന്നിരിക്കുന്നത് കേരളത്തിൽ. കാരണം അതിനകത്ത് പലരും എഴുതിയിരിക്കുന്നത് സ്ത്രീകളാണ് ബഹുഭൂരിപക്ഷം എഴുതിയിരിക്കുന്നത്. അവർ പറഞ്ഞു എൻ്റെ കൂടെ മകളിരുന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞ് മകൾ കരഞ്ഞു, കെട്ടിപ്പിടിച്ചിട്ട് വെച്ചു അമ്മ ഇത്രയും പെയിൻ ആണ്. ഇതേപോലെ ആൺകുട്ടികളുടെ റിയാക്ഷൻ എഴുതിയിരിക്കുന്നു അമ്മമാര്. കുറെ ആൺമക്കൾ എണീറ്റ് പോയി, അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. കുറെ കഴിഞ്ഞ് അമ്മയ്ക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, രാത്രി വന്ന് പറഞ്ഞവരുണ്ട് ഓരോ രീതിയിൽ. എനിക്കിത് പറഞ്ഞ എൻ്റെ കണ്ണ് പറഞ്ഞു പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൾ അറിഞ്ഞോ അറിയാതെ ഒരു വീഡിയോ ഇടുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഒരു ഭാഗം എഴുതും ഇതിങ്ങനെ കാണിക്കാമോ, അതിലും തെറ്റില്ല. കാരണം അത് അവർ വളർന്ന സാഹചര്യം വെച്ച് കാലം മാറി. ഇത് എൻ്റെ മോളിൽ ചെയ്ത് ശരിയെന്നോ തെറ്റെന്നല്ല പറയുന്നത്, അവർക്കത് ശരിയും തോന്നി. ചിലപ്പോ അല്ലാതെ ഇത്ര ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ വിജയമാണ്. കാരണം നമ്മുടെ ഇവിടെ പറയുന്നൊരു വാക്കുണ്ട് സുഖപ്രസവം. അപ്പം ആൾക്കാർ ഇരിക്കുന്നു ഇത് വളരെ സുഖമുള്ളൊരു പരിപാടിയാണ്. അത് ഇത്രേ ഉള്ളൂ, നോർമൽ എന്നുള്ളതിൻ്റെ ഒരു അന്ന് ഉപയോഗിച്ചൊരു വാക്കുന്നേ ഉള്ളൂ. കാരണം ഇതൊരു പെയിൻഫുൾ സംഭവം തന്നെയാണ്. എന്നാൽ എൻ്റെ മകൾ അതിനകത്ത് ഒരു ഇൻഡ്യൂസ് ചെയ്തൊരു പെയിൻ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഓൾമോസ്റ്റ് 50% പെയിൻ കട്ട് ചെയ്ത സംഭവമാണ് കണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇത്രയും പെയിൻ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന എന്ത് പെയിൻ ആയിരിക്കും?